ചക്രം പൂർത്തീകരിച്ചു, ഡിസ്കഷൻ പൂർത്തീകരിച്ചു. അതിൻ്റെ അർത്ഥം നമ്മൾ 12ാമത്തെ ചക്രം കഴിഞ്ഞതല്ല. നമ്മൾ 12ാമത്തെ ചക്രം സ്വയം പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. നമ്മളതിൻ്റെ ഫിലോസഫിക്കലായിട്ട് കാര്യങ്ങളാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. 12ാമത്തെ ചക്രം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പിരിച്വൽ യാത്രയുടെ കൾമിനേഷനായി നമുക്ക് യാത്ര കംപ്ലീറ്റ് ചെയ്യും. ഹാർട്ട് റീജിയൻ കടന്നു, മൈൻഡ് റീജിയൻ കടന്നു. മൈൻഡ് റീജിയൻ്റെ ഏറ്റവും സൂക്ഷ്മമായിട്ട് വശമായിട്ട് ഈഗോന്റെ ഏറ്റവും സൂക്ഷ്മമായിട്ട് തരം, അതാണ് ശരിക്കും വെൽത്ത് ചക്ര. വെൽത്ത് ചക്ര കഴിഞ്ഞാൽ പ്രകടനം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. 11ാമത്തെ പോയിന്റ് 4 പേരും ബാങ്കിലേക്ക്. ആ 12ാമത്തെ പോയിന്റ് എത്തുമ്പോൾ നമ്മൾ എല്ലാ ക്വാളിറ്റീസും കൺവേർട്ട് ചെയ്ത് വരും. നമ്മുടെ ഉള്ളിലുള്ള എല്ലാ സ്വഭാവ ഗുണങ്ങളും എല്ലാ എലിമെന്റ്സിന്റെ ക്വാളിറ്റീസും എല്ലാം ഒന്നായി യോജിച്ചു. അപ്പോൾ ആദ്യം അതിനെ ഗംഗ യമുന സരസ്വതി യോജിക്കുന്ന പോലെയാണ് പറയുന്നത്. നമ്മളൊരു യൂണിഫൈഡ് പേഴ്സണാലിറ്റി. ഇപ്പൊ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ ഹാർട്ട് റീജിയനിൽ നമ്മൾ മൂവ് ചെയ്യുന്നത് നമ്മുടെ യാത്ര ആത്മൻ എന്നുള്ളത്. ആത്മൻ എന്ന മൂവിങ് ആൻഡ് തിങ്കിങ്. നമ്മുടെ പുറമേയുള്ള കർമ്മങ്ങൾ, കർമ്മഫലങ്ങൾ, ഫീഡ്ബാക്സ് പുറത്തുനിന്ന് കിട്ടുന്നു. അവിടെ നിന്നാണ് നമ്മുടെ യാത്ര, ആത്മന്റെ യാത്ര നടക്കുന്നത്. അതിനുശേഷം മൈൻഡിലേക്ക് എത്തുമ്പോൾ നമുക്ക് ശരിക്കും നമ്മുടെ സ്വയം യാത്ര, നമ്മുടെ സ്വന്തം പ്രോഗ്രസ് അറിയില്ല. അവിടെ ശരിക്കും മുകളിൽ നിന്നും നമ്മളെ മാസ്റ്ററുടെ ഗ്രേസ് ഉള്ളിൽ കയറി ഉയർത്തറിഞ്ഞു. നമ്മുടെ ഹാർട്ട് റീജിയനിൽ ഉണർന്നിരിക്കുന്ന അവസ്ഥയിലാണ് ശരിക്കും മാനിഫെസ്റ്റ് ചെയ്യുന്നത്, ജാഗ്രത അവസ്ഥയിൽ. അപ്പോൾ ലോകം, നമ്മൾ കാണുന്ന ആ ലോകം, അതിൽ നിന്നാണ് നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നത്, നമ്മുടെ മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ എല്ലാ അനുഭവങ്ങളും മൈൻഡ് റീജിയൻ തന്നെയാണ്. അനുഭവങ്ങളെല്ലാം മൈൻഡ് റീജിയനിലാണ്. ഇത് തിരിച്ചറിഞ്ഞിട്ട് ഇവിടെ ഹാർട്ട് റീജിയനിൽ ഒരു തരത്തിലും മോഹങ്ങളില്ലാതെ, ആഗ്രഹങ്ങളില്ലാതെ, പൂർണ്ണമായിട്ട് വിവേകബോധത്തോടെ, ഡിസ്ക്രിമിനേഷനോടെ ജീവിക്കുമ്പോൾ നമ്മൾ ഇവിടെ താമരയിലെ വെള്ളത്തിൽ നടക്കുന്ന പോലെയാവും എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു. നമ്മളിവിടെ പ്രവർത്തിക്കുന്നു, പക്ഷേ നമ്മുടെ യാത്ര ഉള്ളിലാണ് നമ്മൾ തിരിച്ചറിയും. ഇവിടെ ഒരു തരത്തിലും അറ്റാച്ച്മെന്റ് ഇല്ലാതെ മാറും. അപ്പോൾ ആ തരത്തിൽ അറ്റാച്ച്മെന്റ് ഇല്ലാതെ ആവാനാണ് ശരിക്കും നമ്മളിവിടെ ട്രെയിനിങ് നടത്തുന്നത്, നമ്മുടെ ഈ ഹാർട്ടിൽ ട്രെയിനിങ് നടത്തുന്നത്. അപ്പോൾ അവിടെയാണ് ക്ലീനിങ്ങിന്റെ പ്രാധാന്യം വരും, ശുദ്ധീകരണത്തിന്റെ പ്രാധാന്യം. ശുദ്ധീകരണം നടത്തുന്നത് നമ്മൾ എപ്പോഴും ഹാർട്ടിലാണ്. ഈ ശുദ്ധീകരണത്തിന്റെ എഫക്റ്റ് 6th പോയിന്റ് ഉണ്ട്, 10th പോയിന്റ് ഉണ്ട്, 13th ഉണ്ട്, ത്രൂ ഔട്ട് ഉണ്ട്. അവസാനം വരെ ഈ A പോയിന്റ്, B പോയിന്റ് ക്ലീനിങ് ക്ലീനിങ് നമ്മൾ ഇവിടെയാണ് ശുദ്ധീകരിക്കുന്നത്. പക്ഷേ അതിന്റെ എഫക്റ്റ് അവസാനം വരെ 13th ചക്രയിൽ എത്തുമ്പോൾ ശുദ്ധീകരണത്തിന്റെ ആവശ്യം ശരിക്കും വളരെ കൂടുതൽ വരും. കാരണം ഈഗോ വളരെ വളരെ സത്തിലാണ്, വളരെ സ്ട്രോങ് ആണ്. നമ്മൾ ഇതുവരെ വർക്ക് ചെയ്യാൻ നമുക്ക് സംസ്കാരങ്ങളുണ്ടായിരുന്നു. ഹാർട്ട് റീജിയനിലാകുമ്പോൾ മൈൻഡ് റീജിയനിലായിരുന്നു നമുക്ക് സംസ്കാരങ്ങളുണ്ട്. നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ള സംസ്കാരങ്ങൾ നമ്മൾക്ക് എപ്പോഴും ഒരു പ്രചോദനം പ്രവർത്തിക്കാൻ, കാരണങ്ങൾ പ്രവർത്തിക്കാൻ. 12th പോയിന്റ് എത്തുമെങ്കിൽ സംസ്കാരങ്ങളൊക്കെ ക്ലീനായി കഴിയും. നമ്മൾ മാസ്റ്ററുമായിട്ട് യോജിച്ചു. കാരണം മൈൻഡ് റീജിയൻ നേരത്തെ കൊണ്ട് ഹാർട്ട് റീജിയൻ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മളൊക്കെ പുറത്തേക്കാൻ പറ്റും. ഞാനും മറ്റുള്ളതും എന്നുള്ള ചിന്തയിലാണ് നമ്മൾ ജീവിച്ചത്. അവിടെ നിന്നാണ് നമ്മൾ എല്ലാ തരത്തിലുള്ള ഫീഡ്ബാക്സ് പറ്റുന്നത്. മൈൻഡ് ചെയ്യുമ്പോൾ ആ ഫീഡ്ബാക്സ് നമ്മളെ അത്ര ഹെൽപ്പ് ചെയ്യില്ല. നമ്മൾ നോക്കുന്നത് മാസ്റ്ററിലേക്കാണ്. ഞാനും മാസ്റ്റർ, ഐ ആൻഡ് ചെയ്യും. അതായത് നമ്മുടെ ഡിഫറൻസ്. നമ്മളെപ്പോഴും നോക്കുന്നത് മാസ്റ്റർ ഹാപ്പിയാണ്. അത് എൻ്റെ ഉള്ളിൽ എനിക്ക് സന്തോഷം ലഭിക്കുന്നുണ്ടോ ഇത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. മൈൻഡ് റീജിയനിലേക്ക് കടന്നില്ല. ട്രെയിനിങ് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. പക്ഷേ ട്രെയിനിങ് തുടങ്ങുന്ന ഹാർട്ട് റീജിയൻ തന്നെയാണ്. മൈൻഡ് റീജിയൻ അത് കംപ്ലീറ്റ് ആയിരിക്കും. മൈൻഡ് റീജിയൻ എപ്പോഴും നമ്മൾ ഉള്ളിലേക്ക് നോക്കും. അങ്ങനെ നമ്മൾ പൂർണ്ണമായിട്ടും വിനയാതീതരായി പ്രപഞ്ച സ്റ്റേജിൽ എല്ലാം അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം നടക്കുന്ന രീതിയിൽ. പിന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പ്രപഞ്ച സ്റ്റേജിൽ പ്രപഞ്ച പ്രഭു എന്ന് പറയുമ്പോൾ ഞാനും അദ്ദേഹവും മാറി മാറി വരുന്നു എന്നുള്ള കാര്യം. ചില സമയത്ത് പോകും ഞാൻ സ്നേഹമാണ്, ചിലപ്പോൾ പോകും ഞാൻ മാസ്റ്ററാണ്. ചിലപ്പോൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് ഞാൻ തന്നെയാണ് ഈ ലോകത്തിന്റെ എല്ലാം ചിന്ത വരുന്നത്. ചിലപ്പോൾ പ്രഭുഭാവത്തിൽ സ്നേഹവും മെറ്റാലിറ്റി വരും. അതിന് പ്രഭുഭാവത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ 9th പോയിന്റ് ഒക്കെ കഴിയും പ്രഭുഭാവം. അപ്പോൾ ക്രമേണ നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റർ ആണെന്നുള്ള തോട്ട് വരാൻ, സൃഷ്ടാവിന്റെ ആ ഒരു ചിന്ത വരാൻ. നമ്മളിൽ കൂടെയാണ് എല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ പവർ
നമുക്ക് നോക്കാനുള്ള നമ്മുടെ ഉള്ളിലുള്ള പ്യൂരിറ്റി മാത്രമാണ്. അപ്പോൾ കൂടുതൽ മാസ്റ്ററിനെ പോലെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം കംപ്ലീറ്റ് ആയിട്ട് ഒരു ആക്ടിവിറ്റി ഉള്ളിൽ സംഭവിക്കും. നമ്മുടെ ഉള്ളിൽ ഒന്നുമില്ല. എപ്പോഴും നമ്മൾ അവിടെ നോക്കിയില്ല, എന്താ പറയുക, ഇവിടേക്ക് നോക്കിയില്ല. ഈ യൂണിവേഴ്സ് റീക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ശക്തി നമ്മുടെ ഉള്ളിൽ വരും. കാരണം അത്രയും ഈഗോണ് മുഴുവൻ ക്രിയേറ്റ് ചെയ്യും. ഈ കാണുന്ന ഈ സൃഷ്ടി മുഴുവൻ ഈഗോണ് ക്രിയേറ്റ് ചെയ്യും. അതിൽ ഓരോരോ സാധനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ നമ്മൾ മറ്റുള്ള സാധനങ്ങൾ ശ്രദ്ധിക്കുക. ടോട്ടൽ യൂണിവേഴ്സ് നോക്കുമ്പോൾ എന്തിയാണ് ഇതിൽ എന്ത് വേണമെങ്കിൽ സൃഷ്ടിക്കാം. എനിക്ക് വേണമെങ്കിൽ സോളാർ സിസ്റ്റം സൃഷ്ടിക്കാം, സോളാർ സിസ്റ്റത്തിന്റെ രാജാവാണ് ഒരു ഉദാഹരണം പറയാം, അല്ലെങ്കിൽ മിൽക്കി വേ സൃഷ്ടിക്കാം. അപ്പൊ അത്രയും പവറുണ്ട്. അപ്പൊ ആ ഒരു സ്റ്റേറ്റിൽ എത്തിയിട്ട് നമ്മൾ മാസ്റ്ററിലേക്ക് നടക്കണമെങ്കിൽ ഭയങ്കര ഫാസ്റ്റായിട്ട് ഡിസൈൻ താഴേക്ക് വീഴും. അപ്പൊ അവിടെയാണ് ഗാജി പറഞ്ഞത് ബ്രഹ്മരന്ധത്തിന്റെ ആ ഒരു പിറ്റ്ഫോൾ. ഇപ്പൊ ബ്രഹ്മരന്ധം കടക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ശരിക്കും ഡിവോഷനിലൂടെ ബ്രഹ്മരന്ധം നമ്മൾ ട്രാൻസെൻഡ് ചെയ്യാണ്. 13th ചക്രയിലേക്ക് മാസ്റ്ററുടെ കൈകൾ പിടിച്ചിട്ട് നമ്മൾ ട്രാൻസെൻഡ് ചെയ്യണം. ഇനി ഒരിക്കലും താഴേക്ക് ഇറങ്ങി വരില്ല എന്നുള്ള ആ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ ചെയ്യുകയാണ്. ഇവിടേക്ക് വരുന്നത് നമുക്കൊരു വേദനയായിട്ട് ചിലപ്പോൾ അനുഭവപ്പെടും. നമ്മൾ സാധാരണ ജീവിതത്തിൽ വരുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ട് വിഷമമായിട്ട് തോന്നാം. ചാരിറ്റി മഹാരാജ് അപ്പോൾ നമ്മളുടെ ഒരു സ്വപ്നത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഒരു ക്യാസിന്റെ വിളിച്ചിട്ട് തുടർന്നപ്പോൾ പെട്ടെന്ന് ക്യാസിന്റെ ചുറ്റുമുള്ള കിടന്ന് അത് പുറത്തേക്ക് വരും. ഞാൻ എന്തിനാണ് ഇവിടെ, ഞാൻ ആരാണ് എന്നുള്ള വലിയൊരു ആൾക്ക് ദുഃഖം അനുഭവിച്ചു. അപ്പൊ ആ ദുഃഖം, ആ പെയിൻ മാസ്റ്റേഴ്സ് അനുഭവിക്കുന്നു എന്ന് ചാരിറ്റി പറയുന്നു. അവതാരങ്ങളും മാസ്റ്റേഴ്സും ഒക്കെ ജീവിതത്തിൽ വളരെ സഫർ ചെയ്യുന്നത് ഈ ഒരു സെപ്പറേഷന്റെ സഫറിങ് അത് വേദനയല്ല, അവർ സഫറിങ് അല്ല, അവർക്ക് അവിടെ തിരിച്ചെത്തണം എന്നുള്ളൊരു തോട്ടാണ്. അപ്പൊ നമ്മളുള്ളിൽ അതിൽ പെയിൻ ജനറേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഗാജി പറയാനുള്ള ആ വേദനയാണ് അവിടെ രാജ്യമാരാജ് കൊടുത്ത ഏറ്റവും വലിയ ഗിഫ്റ്റ്. We want to become like you, then you must also bear this pain. വേദന, അതായത് ലോകത്തിലെ എല്ലാ ചരാചരങ്ങളെയും അദ്ദേഹത്തെ പോലെ ആക്കാനുള്ള ഒരു വേദന, മാസ്റ്റർ പോലെ ആക്കാനുള്ള പെയിൻ. അതുകൊണ്ടാണ് അവരോട് കൺഫ്യൂസ് ചെയ്യുന്നത്. കാരണം എൻ്റെ മാസ്റ്ററിന്റെ വർക്കാണ്. മാസ്റ്റർക്ക് റൈറ്റ് കൊണ്ടിട്ടും നമുക്ക് ആ ട്രാൻസ്ലേഷൻ വന്നിട്ടില്ല മാസ്റ്റർ. അപ്പൊ നമ്മൾക്ക് അതുപോലെ ആവും. മാസ്റ്റർ കാണുന്ന സ്വപ്നം ഇവിടെ സാക്ഷാത്കരിക്കും. ശരിക്കും മാസ്റ്റർ തന്നെ മാറും, മാസ്റ്റർ ഇൻസ്ട്രുമെന്റ് ആയിട്ട് മാറും. അപ്പോൾ മാസ്റ്റർ ഭൂമിയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു എബിലിറ്റി, ഒരു ഫിസിക്കൽ രൂപം വേണം. ഒരു വർക്ക് ചെയ്യാനുള്ള ഈഗോ വേണം. അത് ഈഗോയ്ക്ക് സൂക്ഷ്മമായിട്ടാണെങ്കിൽ വർക്ക് ചെയ്യുന്നത് മാസ്റ്റർ തന്നെയാണ്. ഡിഫറൻസ് ഇല്ല. അതുകൊണ്ടാണ് ബാബുജി മഹാരാജ് തന്നെയാണ് ചാരിറ്റി മഹാരാജ്, ചാരിറ്റി മഹാരാജ് തന്നെ കാര്യം, നമ്മൾ തന്നെയാണ് കാര്യം. ഡിഫറൻസ് ഇല്ലാതെ മാറും. ഗാജിയും നമ്മൾ തമ്മിൽ വ്യത്യാസം ഇല്ലാതെ മാറും. ഗാജി എന്താണോ ചിന്തിക്കുന്നത്, എന്താണോ മനസ്സിൽ സങ്കല്പിക്കുന്നത്, അത് നമ്മൾ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അത്രയും ക്രൂഷ്യലായിട്ടൊരു സ്റ്റേറ്റിലാണ് എത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ മാസ്റ്റർ നമ്മളെ ഷാർപ്പൻ ചെയ്യണം. മാസ്റ്ററുടെ ആവശ്യമാണ് നമ്മളെ ഷാർപ്പൻ ചെയ്യാൻ. ഇതുവരെ നമ്മൾക്ക് മാസ്റ്റർ പോലെ എനിക്ക് അങ്ങനെയല്ല. മാസ്റ്റർ ഈ ഇൻസ്ട്രുമെന്റിനെ മാസ്റ്ററുടെ പോലെ ആക്കിയത് മോശം. അതെങ്ങനെ ചെയ്യാം? എപ്പോഴും നമ്മൾ വെല്ലുവിളിക്കും. അപ്പോൾ കൂടുതൽ മാസ്റ്റർ നമ്മൾ വിളിപ്പിക്കുന്നതാണ്. നല്ല സാഹചര്യങ്ങൾ മാസ്റ്റർ കൂടുതൽ വിളിപ്പിക്കും. അല്ലെങ്കിൽ നമ്മൾ മാസ്റ്റർ എടുത്ത് കൂടുതൽ റെഗുലറായിട്ട് സിറ്റിക്സ് എടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ആദ്യം പറയുന്നത് 3-4 ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള സിറ്റിക്സ് ഒക്കെ ലഭിക്കും. അപ്പോൾ അതിന് നമ്മൾ ഈ ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള എല്ലാ മേഖലകളിലൂടെയും മുകളിലേക്ക് താഴെ കൊണ്ടുവരാണ്. ഇത് എവിടെ ചെന്നാലും ഒന്ന് പെർഫെക്റ്റായിട്ട് ചെയ്യും. അപ്പോൾ നമ്മളൊരു വലിയൊരു ഫിലോസഫറായാലും PhD പഠിക്കണം, LKG പഠിക്കണം, 12th പഠിക്കണം, 10th പഠിക്കണം, 5th പഠിക്കണം, എവിടെ ചെന്നാലും നമുക്ക് പെർഫെക്റ്റായിട്ട് പെർഫോം ചെയ്യാം. അപ്പോൾ എത്ര നല്ലൊരു സിറ്റുവേഷനാണ്. എവിടെ അങ്ങനെ ചെല്ലാൻ പറ്റില്ല. ഏത് കോൺഫിഡൻസ് അറിയിക്കുന്ന ഒരു ഹയസ്റ്റ് കോൺഫിഡൻസ് മാസ്റ്റേഴ്സായിട്ട് ഇൻട്രാക്ട് ചെയ്യും. എല്ലാ ലെവലിലും ഇൻട്രാക്ട് ചെയ്യുന്ന ഒരാളായിട്ട് മാറും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചക്രങ്ങൾ വീണ്ടും യാത്ര ചെയ്യും. എല്ലാവരെയും മനസ്സിലാക്കാൻ പൂർണ്ണമായിട്ടും നമ്മുടെ പ്യൂരിഫൈ ചെയ്യണം. അപ്പോൾ ഗാദിയെ കമ്പയർ ചെയ്തിരിക്കുന്നത് നമ്മൾ ഒരു കല്ല് കയറുന്നില്ല, ഇതിൻ്റെ കയറ് കെട്ടുന്ന കമ്മിറ്റി അതൊരു മാസം നമ്മളെ കെട്ടിക്കുന്ന എല്ലാ സ്ഥലവും പറഞ്ഞിട്ട് അവരുടെ ഒറ്റയാണ്. അവർ ഓപ്പറേറ്റീവ് കടക്കാനായിട്ട് ടെമ്പറേച്ചർ കടക്കാനായിട്ട് മാസം പ്രിപ്പയർ ചെയ്യാനാണ്. അപ്പോൾ അവർ
പ്രിപ്പറേഷനാണ് നമ്മൾ തയ്യാറാവുന്നത്. അത് ചിലപ്പോൾ ഒരു നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളാവാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ രാജി അനുഭവിച്ചിട്ടുള്ള പെയിൻസൊക്കെ രാജി ഇടയ്ക്കിടയ്ക്ക് വിജയിച്ചു. ഈ അടുത്തൊരു ഡോക്ടർ പറഞ്ഞു രാജി വിജയിക്ക് വന്നായിരിക്കും അമ്മയെ കാണാമെന്നാണ് 2007. അപ്പോൾ രാജി അത് കണ്ട് കൽക്കട്ടാവുന്നുണ്ട്. അപ്പോൾ രാജുവിനൊക്കെ അമ്മയെ കണ്ടിട്ട് വന്നാൽ പോലെ അപ്പോൾ രാജു ബാക്കി കൽക്കട്ടയിൽ വന്നപ്പോൾ രാജുവിനെ റെപ്രസെൻറ്റേറ്റീവ് വായിക്കാറില്ലായിരുന്നു. അപ്പോൾ വന്ന പ്ലാനിൽ ചെയ്യാൻ പോണ മാസ്റ്റർ പ്ലാനിൽ ഭയങ്കര വ്യത്യാസമാണ്. അതെ രാജിയുടെ ബിസിനസ്സും എല്ലാം വിട്ടിട്ട് ഇവിടെ വന്നിട്ട് വർക്ക് ചെയ്യുകയാണ്. വീട്ടിൽ പെട്ടെന്ന് പെട്ടെന്ന് ബിസിനസ് കിട്ടുന്നത് അവിടുത്തെ വലിയ റണ്ണിങ് കാപ്പസിറ്റിയുമാണ്. അത് മക്കളെ ഏൽപ്പിക്കുക, പിന്നെ ഇവിടേക്ക് ട്രാൻസ്പോർട്ട് ഇവിടെ വന്ന് താഴേക്കൊക്കെ സെറ്റ് ആവുക. ട്രെയിനും നടക്കുന്നത് എത്ര സുഖമായിട്ട് ജീവിക്കുന്നതാണ്. ഇവിടെ വന്നിട്ട് ഇവിടെ മണ്ണ് വാങ്ങലും ഇത് വെയിൽ കൊള്ളും ഇന്ത്യത്തെ കാലാവസ്ഥയിൽ കാര്യം പരിചയപ്പെടാനുള്ള കുറേ കാര്യങ്ങൾ. അതുപോലെ തന്നെ ചാരിറ്റിക്ക് ബാബുജിയുടെ റെപ്രസെൻറ്റേറ്റീവ് കൊണ്ട് എത്ര പെയിൻ അനുഭവിച്ചു. കാരണം ചാരിറ്റിയുടെ അടുത്ത വീട്ടിൽ കാര്യം 3 മാസം 4 മാസം ഫാമിലി ആയിട്ട് കിട്ടുക. അതിനൊക്കെ ഒരിക്കലും കോപ്പൻഹാഗൻ എയർപോർട്ട് വെച്ചിട്ട് ബാബുജി ചാരിറ്റി സ്ഥിതിയാണ്. അപ്പോൾ പ്ലെയിൻ വരാൻ എത്ര സമയം അത് 5 മിനിറ്റ് നമ്മൾ ആരെയും എടുത്തില്ല. പ്ലാറ്റ്ഫോം പറഞ്ഞില്ല. അതിനുശേഷം ബാബുജി എല്ലാവർക്കും പറഞ്ഞു തന്നത് ഗിവൻ ചാരിറ്റി എടുത്തു പാർട്ടി എടുത്തു. അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് ഇല്ലാത്ത എന്താണ് പാർട്ടി ഇല്ലാത്തത്. അപ്പോൾ അത് കഴിഞ്ഞ 3 മാസമായിട്ട് ഞാൻ നോട്ട് ഡോക്ടർ എന്ത് കഴിച്ചു എന്നെപ്പറ്റി അല്ലാതെ പാർട്ടി വേറൊന്നും അറിയില്ല. ഡോക്ടറിന് മനസ്സിൽ വേറൊന്നുമില്ല. So I gave myself to everybody else. I do something in myself. So the charity ने बाबूजी की मार्की एक घंटा लगा टोकन मेरे पैसे और एकदम ट्रांसफर कर अब अपने डेडिकेशन നമ്മൾ മുതൽ കൊണ്ടുവന്നാണ് എത്ര എളുപ്പമായി നമുക്ക് ചിന്തിക്കുന്നതിനാണ് അത്ര ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ ആയാൽ പോലും പിന്നെയും നമ്മൾ പിന്നെയും സഞ്ചരിക്കുന്നു ആ സെന്ററിലേക്ക്. പ്രപഞ്ചം തുടങ്ങിയ മുതൽ ഇങ്ങനെ ഡിഫറൻറ്റായിട്ട് തോന്നിയിട്ടും യാത്ര ചെയ്യാൻ അങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ മാത്രമല്ല അങ്ങോട്ട് യാത്ര ചെയ്തിട്ടുണ്ട്. അതാണ് സെന്ററിന്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് അതിനകത്ത് തയ്യാറാവാം. നമുക്ക് കുറച്ച് നേരം കാരണം നമുക്ക് ക്ലീനോ അല്ലെങ്കിൽ ഇതിനൊന്നും വലിയ രീതിയിലാണ് നമുക്ക് പ്രാർത്ഥന ഭാവത്തിലിരിക്കാം. നമ്മളെല്ലാം ക്ലീനായി പ്യൂരിഫൈഡായി എല്ലാ ഒരു തോട്ടത്തിൽ കുറച്ച് നേരം നമുക്ക് ആ മാസത്തെ വർക്കിന് തയ്യാറാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇരിക്കാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി വാതാവരണത്തോടും സർവ്വചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. പൂർണ്ണമായി ശാന്തമായി റിലാക്സ്ഡായി എല്ലാ ചക്രങ്ങളും ശുദ്ധീകരിച്ച് പ്രാർത്ഥനാഭാവത്തിൽ ഓരോ നിമിഷവും മാസ്റ്ററിലേക്ക് തന്നെ ശ്രദ്ധ തിരിച്ചു. മാസ്റ്റർ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, മാസ്റ്റർ എന്താണോ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്, അത് ഇതിലൂടെ സംഭവിക്കട്ടെ. ഞാൻ അനന്തമായ കാത്തിരിപ്പിന്
യഥാർത്ഥത്തിലുള്ള എൻ്റെ കഴിഞ്ഞ പ്രൊഫഷനായിട്ട് മാസ്റ്ററുമായിട്ട് ഞാൻ എല്ലാവർക്കും തയ്യാറായി നിരന്തരമായി